Hi friends, Assalamu alaikum. Welcome back to Home Cook Malabar. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ചൈനീസ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചില്ലി ചിക്കൻ. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ചില്ലി ചിക്കൻ. സാധാരണ നമ്മളൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടാണ് ചില്ലി ചിക്കനൊക്കെ കഴിക്കാറ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചില്ലി ചിക്കൻ റെഡിയാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇത്. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബാച്ചസ് ആയിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഒരു ബാച്ച് ചിക്കന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ച് ചിക്കനും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ചില്ലി ചിക്കൻ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ: ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണിത്. ഒരു സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതളുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ക്യാപ്സിക്കം ഞാനിവിടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. റെഡ്, ഗ്രീന്, യെല്ലോ 3 കളർ ക്യാപ്സിക്കം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ഈ സെയിം കടായിലാണ് ഞാനിവിടെ ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. വെളുത്തുള്ളിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അരിഞ്ഞതും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ചൈനീസ് ഡിഷൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ, യെല്ലോ, റെഡ്. ഇനി ഇതൊന്ന് മൂത്ത് വരണം. അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഞാൻ ഇവിടെ ഗ്രീൻ ചില്ലി സോസ് ആണ് യൂസ് ചെയ്യുന്നത്. റെഡ് ചില്ലി സോസ് ആണെങ്കിലാണ് നല്ലത്, കൂടുതൽ നല്ലത്. എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഗ്രീൻ ചില്ലി സോസ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വെറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ്. ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് 1 മിനിറ്റ് കുക്കായാൽ മതി.
അവസാനം 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മാറ്റാവുന്നതാണ്. നമ്മളുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രൈഡ് റൈസിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചില്ലി ചിക്കൻ റെസിപ്പിയാണിത്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. And please like, comment and subscribe my channel.